എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രദശ 10 വർഷമാണ് ഒരു മനുഷ്യ ആയുസ്സിൽ ചന്ദ്രദശ വരുന്നത്. ചന്ദ്രദശയിൽ മനപ്രസാദവും ആഗ്രഹപൂർത്തിയും സുഖഭോജനവും സ്ത്രീ സൗഖ്യവും പുത്രസിദ്ധിയും വസ്ത്രാലങ്കാര രത്നാദികളുടെ ലബ്ധിയും പശുക്കൾ ഭൂമി തുടങ്ങിയവ കൊണ്ട് നേട്ടവും സ്വാത്വിക പൂജയും ഫലമാകുന്നു. ചന്ദ്രദശാഫലം ചന്ദ്രൻ്റെ ബലത്തിനനുസരിച്ച് വേണം പറയുവാൻ. വെളുത്തപക്ഷത്തിലെ ദശമി മുതൽ കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെയാണ് പൂർണ്ണബലം. കൃഷ്ണപക്ഷ ഷഷ്ടി മുതൽ അമാവാസി വരെ അല്പബലവും ശുക്ലപ്രതിപദം മുതൽ നവമി വരെ മധ്യമബലവുമാണ് ചന്ദ്രനുള്ളത്. ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുതിയ അറിവുകൾ ലഭിക്കുവാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ഷീണചന്ദ്രൻ്റെയും നീചചന്ദ്രൻ്റെയും ദശാകാലം അശുഭപ്രദമായിരിക്കും. 6, 8, 12 ഭാവങ്ങളിൽ ബലഹീനനായും പാപയോഗത്തോടും കൂടി നിൽക്കുന്ന ചന്ദ്രൻ അശുഭഫലങ്ങൾക്ക് കാരണക്കാരനാകും. ശുഭനായ ചന്ദ്രൻ്റെ ദശയിൽ അമ്മയ്ക്ക് ക്ഷേമം, തടാകം, ഉദ്യാനം ഇവകളുടെ നിർമ്മാണം, രാജോചിത സൗഖ്യം, സൗമ്യന്മാർ, സൗമ്യ വസ്തുക്കൾ, ദേവന്മാർ, ബ്രാഹ്മണന്മാർ ഇവരിൽ പ്രത്യേക പ്രതിബദ്ധത, അതുപോലെ തന്നെ രാജ്ഞി ഭഗവതി ഇവരുടെ അനുഗ്രഹം എന്നിവ ഫലമാകുന്നു. ദുർബലനായ ചന്ദ്രൻ്റെ ദശയിൽ മനസമാധാനക്കുറവ്, ബുദ്ധിനാശം, മാതൃക്ലേശം, ശീതജ്വരം, സ്വജ്ജനവിരോധം, ഉറക്കം, ആലസ്യം ഇവകളിൽ താൽപ്പര്യം, ഭക്ഷണ വൈകല്യവും ഫലമാകുന്നു. ചന്ദ്രദശയിൽ അപഹാരം, അതായത് ചന്ദ്രൻ്റെ അപഹാരം തന്നെ 10 മാസമാണ്. ആ അപഹാര സമയത്ത് വിദ്യാഭ്യാസം, സ്ത്രീ സംസർഗം, ദേശസഞ്ചാരം ഇവകളിൽ താല്പര്യമുണ്ടാകും. ദേഹത്തിനും മനസ്സിനും സൗഖ്യമുണ്ടാകും. കൃഷി, നാൽക്കാലികൾ ഇവയിൽ നിന്നും ലാഭമുണ്ടാകും. വിവാഹം, സന്താനലബ്ധി, അധികാരികളുടെ അംഗീകാരം ഇവയും ഫലമാകുന്നു. ചന്ദ്രൻ ബലമില്ലെങ്കിൽ മാതൃക്ലേശവും കഫജന്യ രോഗങ്ങളും ഭൂമി നഷ്ടവും സ്ത്രീകൾ മൂലം അപവാദവും അഭിവൃദ്ധിക്ക് പരിക്ഷയവും ഉണ്ടാകും. ചന്ദ്രദശയ്ക്ക് അപഹാരത്തിന് ശേഷം ചൊവ്വയുടെ അപഹാരമാണ് 7 മാസം. ചൊവ്വ ബലവാനാണെങ്കിൽ ഭൂമിലാഭവും സഹോദര സൗഖ്യവും പരാക്രമവും തുടങ്ങിയവ ഉണ്ടാകും. ദുർബലനാണെങ്കിൽ സഹോദരക്ലേശം, ശസ്ത്രക്രിയ, രണബാധ്യത, കള്ളന്മാരുടെ ഉപദ്രവം, അഗ്നി, ആയുധം ഇവ കൊണ്ടുള്ള അപകടവും ഫലമാകുന്നു. ചൊവ്വാദശയ്ക്ക് ശേഷം രാഹുവിൻ്റെ അപഹാരമാണ് 1 വർഷവും 6 മാസവും. പ്രായേണ ദോഷകാലമായിരിക്കും. ഗ്രഹണത്തിൽപ്പെട്ട ചന്ദ്രനെ ഓർത്തുപോകും വിധം ജാതകൻ്റെ ആത്മശോഭകൾ നിറംകെടും. കുടുംബത്തിലെ വയോജനങ്ങൾക്ക് ആപത്കാലമായിരിക്കും. വിഷഭയം, ത്വഗ്രോഗം, ശത്രുപദ്രവം, വാതരോഗം എന്നിവയും അനുഭവപ്പെടും. അതിനുശേഷം വ്യാഴത്തിൻ്റെ അപഹാരമാണ് 1 വർഷവും 4 മാസവും. പൊതുവെ നന്മയും ഐശ്വര്യവും കലർന്ന കാലമായിരിക്കും. പുതിയ ജോലി, വിവാഹം, വിദ്യാഭ്യാസ പുരോഗതി, പരീക്ഷകളിൽ വിജയം, സന്താനപ്രാപ്തി, ധനലാഭം ഇവയെല്ലാം അനുഭവത്തിൽ വരാം. വ്യാഴം ദുർബലനായാൽ സുലഭങ്ങളായ കാര്യങ്ങളൊക്കെ ക്ലേശിച്ച് നേടേണ്ടി വരും. ആശയക്കുഴപ്പമുണ്ടാവും. ധനനഷ്ടം, വ്യവഹാരം തുടങ്ങിയ ഫലങ്ങളും ഉണ്ടാകും. അതിനുശേഷം ശനിയുടെ അപഹാരമാണ് 1 വർഷവും 7 മാസവും. ആ സമയത്ത് ബന്ധുകലഹം, വാതരോഗപീഡ, വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുവാനുള്ള വാസന, വീട് മാറി താമസിക്കും, കളത്ര ദുഃഖം, അധികാരികളുടെ അപ്രീതി തുടങ്ങിയവയും ഉണ്ടാകും. ദശാനാഥന്മാർ, അപഹാരനാഥന്മാർ ബലവാന്മാരാണെങ്കിൽ ഗുണഫലങ്ങളും അനുഭവിക്കും. അതിനുശേഷം 1 വർഷവും 5 മാസവും ബുധൻ്റെ അപഹാരമാണ്. വിദ്യാഭ്യാസ പുരോഗതി, പുതിയ തരം സാങ്കേതിക വിദ്യകളുമായോ പുതിയ ഭാഷകളുമായോ പരിചയം, സത്പേരുണ്ടാകും, മാതൃധനലബ്ധി എന്നിവ ഫലമാകുന്നു. ബുധൻ ദുർബലനായാൽ വിദ്യാതടസ്സം, മദ്യം, മയക്കുമരുന്നുകൾ തുടങ്ങിയവയിൽ താൽപ്പര്യമുണ്ടാകും. അനാരോഗ്യവും ഉണ്ടാകും. കുൽസ്ഥിത സ്ത്രീകളുമായി ബന്ധവും ഉണ്ടാകും. അതിനുശേഷം വരുന്നത് കേതു അപഹാരമാണ് 7 മാസം. പ്രായേണ ദോഷകാലമാണെന്ന് പറയണ്ടല്ലോ. അമ്മ, അച്ഛൻ, സഹോദരൻ എന്നിവർക്കെല്ലാം അനിഷ്ടതകളുണ്ടാകും. ധാന്യങ്ങൾക്ക് നാശമുണ്ടാകും. അഭിവൃദ്ധിയില്ലായ്മ തുടങ്ങിയ ഫലങ്ങൾ ഉണ്ടാകും. കേതു അനുകൂലനെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് സൗഖ്യം, തീർത്ഥാടനം, കർമ്മ, ഗുണാഭിവൃദ്ധി ഇവ ഫലമാകുന്നു.
അടുത്തതായി വരുന്നത് 1 വർഷവും 8 മാസത്തേക്ക് ശുക്രൻ്റെ അപഹാരമാണ്. സ്ത്രീകളിൽ നിന്നും ധനസിദ്ധി, വിവാഹം, ദാമ്പത്യ സൗഖ്യം, കൃഷിലാഭം, ഗൃഹലാഭം, സന്താനലബ്ധി തുടങ്ങിയവ അനുഭവത്തിൽ വരും. ശുക്രൻ ദുർബലനാണെങ്കിൽ യാത്രാക്ലേശം, ദാമ്പത്യ കലഹം, പ്രണയ പരാജയം, കൃഷിപ്പിഴ, മാതൃദുരിതം ഇവയും ഫലമാകുന്നു. അതിനുശേഷം 6 മാസത്തേക്ക് സൂര്യൻ്റെ അപഹാരമാണ് വരുന്നത്. ചന്ദ്രദശയിലെ ഒടുവിലത്തെ 6 മാസം സൂര്യാപഹാര കാലമാണ്. ഇക്കാലത്ത് ദശാപഹാരനാഥന്മാർ ബലവാന്മാരാണെങ്കിൽ അധികാരികളിൽ നിന്നും നേട്ടവും ഉദ്യോഗലബ്ധിയും പിതൃസൗഖ്യവും രോഗശമനവും ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ അനുഭവത്തിൽ വരും. സൂര്യൻ ദുർബലനും അനിഷ്ടകാര്യനുമാണെങ്കിൽ നേത്രരോഗം, അസ്ഥി തേയ്മാനം, പിതൃദുരിതം, ശിവകോപം, അധികാരികളുടെ അപ്രീതി, ശിരോരോഗങ്ങൾ തുടങ്ങിയവയും ഫലമാകുന്നു. നിങ്ങളുടെ ജാതകത്തിൽ കഠിനതരമായ ദോഷകരമായ ചന്ദ്രദശയാണ് അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.